എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ കടന്നു പോണത്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ദാ കേശുവിന് ഇന്ന് യൂണിഫോമൊക്കെ വാങ്ങാനായിട്ട് പോകണം. നമുക്കങ്ങോട്ട് അത് വിശ്വസിക്കാനേ പറ്റണില്ല. ഇനി മോനങ്ങ് പെട്ടെന്ന് വലുതായിപ്പോവും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, പെട്ടെന്ന് ആളങ്ങ് വലുതാവും. പിന്നെ LKG ആയി, UKG ആയി. പിന്നെ ഈ വർഷങ്ങൾ പോണത് നമ്മൾ അറിയത്ത് പോലുമില്ല. അപ്പോഴത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മോനെ കൊഞ്ചിച്ച് ലാളിച്ചൊക്കെ തീരാത്തതുപോലെ മതിയാവാത്തതുപോലെയാണ്. ഇനി ആളങ്ങ് പെട്ടെന്ന് വളർന്നാൽ നമുക്കിതൊക്കെ മിസ്സാവൂലേ. ഇപ്പോൾ അവൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളങ്ങ് ആസ്വദിക്കുകയാണ്. കാരണം കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് മിസ് ചെയ്യാൻ പോണത് അവൻ്റെ ഈ കുസൃതികളും കുറുമ്പും ഒക്കെ തന്നെയായിരിക്കും. ഇപ്പം അതുകൊണ്ട് ആൾ പറയണ ഓരോ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ അത്രയും ആസ്വദിക്കണുണ്ട്, അത്രയും ചിരിക്കണുണ്ട്. അതുകൊണ്ട് മോൻ്റെ ഓരോ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ ആസ്വദിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ്. ഇവിടെ ഒരാൾക്കാണെങ്കിൽ, ഒരാളെന്ന് വെച്ചാൽ മോനാണെങ്കിൽ അപ്പമാണ് എപ്പോഴും ഇഷ്ടം. എന്നും അമ്മ അപ്പം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഇടിയപ്പവും ഇഷ്ടമാണ്. മാഗി എന്നൊക്കെ പറഞ്ഞ് കഴിച്ചോളും. ആൾക്കറിയാം ഇടിയപ്പമാണെന്നൊക്കെ. അപ്പോൾ ഇന്നിതാ ഇടിയപ്പം പച്ചവെള്ളത്തിൽ തയ്യാറാക്കാവുന്ന ഇടിയപ്പം പൊടി, അത് മേജറിൻ്റെതാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. വേറെ ബ്രാൻഡ് ഇപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. നമ്മൾ പച്ചവെള്ളത്തിൽ നനയ്ക്കണമെന്ന് പറയുമ്പോഴറിയാലോ. അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ഒരു പ്രോസസ്സില്ലേ, നമ്മൾ വെള്ളം വെട്ടിത്തിളപ്പിച്ച് പിന്നെ അത് നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ച് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൂട്ടിയൊക്കെ വരുമ്പോഴേക്ക് എനിക്കാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കൈയൊക്കെ ഒരുപാട് പൊള്ളും പോലെ തോന്നുമല്ല. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ഇത് ഭയങ്കര എളുപ്പമാണ്. നമുക്കിതിൻ്റെ 1 കിലോ പാക്കറ്റും 1 കിലോ പാക്കറ്റും ഒക്കെ ഇവിടെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മേജറിൻ്റെ തന്നെ എനിക്ക് ഒരിക്കൽ പണി കിട്ടി. ഈ മേജറിൻ്റെ ബ്രാൻഡെല്ലാം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പച്ചവെള്ളത്തിൽ നനയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവെന്നാണ്. ഒരിക്കൽ അതൊന്നും നോക്കാണ്ട് ആ ഒരു കവറങ്ങ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നനച്ചപ്പോഴേക്ക് എന്തോ ഒരു കുഴക്കട്ട പോലെ ഇരിക്കണം മാവ്. പിന്നെയാണ് ഒന്നും കൂടെ അത് ശ്രദ്ധിച്ചത്, അത് പച്ചവെള്ളത്തിൽ നനയ്ക്കണമല്ലായിരുന്നു, ചൂടുവെള്ളത്തിൽ നനയ്ക്കണതായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞ് പച്ചവെള്ളത്തിൽ നനയ്ക്കുന്നത് തന്നെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. നല്ല ഇടിയപ്പം നല്ല സോഫ്റ്റുമാണ്, നമുക്ക് നനയ്ക്കാനും ഈസിയാണ്. ചുമ്മാ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ മാവ് നനയ്ക്കുമ്പോൾ അങ്ങ് നനയ്ച്ചാൽ മതിയല്ലോ. അതുമല്ല നന്നായിട്ട് പിരിവി കയറുകയും ചെയ്യും. നമ്മൾ കുറച്ച് മാവ് എടുത്താലും അത് നനച്ചൊക്കെ വരുമ്പോഴേക്കും അതിന് ഇരട്ടിച്ചായിട്ടൊക്കെ വരും. അങ്ങനെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞതാ ഈ വീഡിയോയ്ക്ക് ഞാൻ കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചിരുന്നതാണ്. ഒരുപാട് വീഡിയോസ്, എൻ്റെ ഫോണിൽ നിറയെ വീഡിയോസ് കിടക്കുകയാണ്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടണില്ല ഇപ്പോൾ. അങ്ങനെ ഒരുപാട് വീഡിയോകളൊക്കെ പെൻഡിങ് ആണ്. അതാണ് കുറച്ചൊക്കെ ലേറ്റായിട്ടൊക്കെ വരണത്. മിക്കവാറും ഞാൻ ഷോർട്സും റീൽസും ഒക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തൊക്കെ പോകാനായിട്ട് നോക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് എന്നെ മറന്നു പോകില്ലേ, നമ്മളെ അങ്ങ് വീഡിയോ അവർ താഴ്ത്തി കളയും. അങ്ങനെ ഇന്നതാ ഇടിയപ്പമൊക്കെ മാവൊക്കെ എല്ലാം റെഡിയാക്കി. പിന്നെ ഈ സേവനാഴി ആണെങ്കിലും ഇതിന് മുന്നേ എൻ്റെ കയ്യിലൊരു സേവനാഴി ഉണ്ടായിരുന്നു. അത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മയുടെ ഉണ്ടായിരുന്നതായിരുന്നു. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേ സിനിമയിൽ ജയിൽ അവൻ്റെ അമ്മ ഇടിയപ്പം പിഴിയില്ല, അതുപോലെ നമ്മളിങ്ങനെ വലിച്ച് പിടിച്ചൊക്കെ വേണം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. അതിന് ശേഷമാണ് നമ്മൾ അതൊക്കെ കൊടുത്തിട്ട് ഈ സേവനാഴി മാറ്റി വാങ്ങിയത്. ഇപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. മാവ് നല്ല പാകത്തിന് കിട്ടിയാൽ നന്നായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇടിയപ്പത്തിനുള്ളതൊക്കെ റെഡിയായി. പിന്നെ അതുപോലെ തന്നെ അരി അടുപ്പത്തിടാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചത്തേക്കുള്ള കാര്യങ്ങളും കൂടെ ഒതുക്കിയിട്ട് വേണം നമുക്ക് മോന് യൂണിഫോം വാങ്ങാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ കേശുവിൻ്റെ യൂണിഫോം സ്കൂളിൽ നിന്ന് കിട്ടില്ല. കേശുവിനെ ഭവൻസിലാണ് ചേർത്തത്, ഭാരതീയ വിദ്യാഭവനിൽ. അപ്പോൾ അവിടുത്തെ യൂണിഫോം എന്ന് വെച്ചാൽ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ ആണ്. ലൈറ്റ് ബ്ലൂ ഷർട്ടും ഡാർക്ക് ബ്ലൂ നിക്കറുമാണ് മോനുള്ളത്. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകണം. അത് വാങ്ങാനായിട്ട് ഇന്ന് നമ്മൾ സിറ്റിക്കകത്തുള്ള പാളയത്തുള്ള സാഫല്യം കോംപ്ലക്സിലാണ് പോകാനായിട്ട് ഇരിക്കുന്നത്. അവിടെയെന്ന് വെച്ചാൽ അവിടെ ഒരു ഗുഡ് മോർണിംഗ് സ്റ്റോറുണ്ട്. എല്ലാ സ്കൂളിലെ യൂണിഫോമും എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എല്ലാ സ്കൂളിലെ യൂണിഫോമും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ഒക്കെ ഉള്ള ഒരുക്കത്തിലാണ് രാവിലെ. അങ്ങനെ ഇടിയപ്പവും നല്ല ചൂട് ഗ്രീൻ പീസ് കറിയും റെഡിയായി. ഞാനിങ്ങനെ കറി ഉണ്ടാക്കുമ്പോഴേക്ക് രാവിലെ തന്നെ എന്ത് കറി ഉണ്ടാക്കിയാലും മാക്സിമം കാസറോളിലാക്കി വെക്കാനായിട്ട് നോക്കും. അപ്പോഴേക്കും നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ല ചൂടായിട്ടിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അറിയില്ല, നമ്മൾ കാപ്പി ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തൊന്നും ആയിരിക്കില്ല കാപ്പി കുടിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുറേ അങ്ങ് തണുത്തു പോകും. ബാക്കിയൊക്കെ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ കടുകൊക്കെ താളിച്ചിട്ടിട്ടുണ്ട്. ഞാൻ കടുക് താളിക്കാൻ വെച്ചപ്പോഴാണ് തക്കാളിയും കൂടെ വഴറ്റിയത്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ തുറക്കുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ, അത് നമ്മൾ കാസറോളിലാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല മണമാണ്. അപ്പോഴേക്ക് അരിയൊക്കെ റെഡിയായില്ല, അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് വാർത്തും കൂടെയൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അരിയൊക്കെ വാർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ അരി വാർക്കാനായിട്ട് വാങ്ങിച്ചതാണ് ആ ഒരു കലം. അത് ഭയങ്കര ഉപയോഗമാണ് കേട്ടോ. നമുക്ക് കുഞ്ഞൻ കലം തൊട്ട് വലിയ കലം വരെ അതിൽ വെച്ച് വാർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനും രമ്യ ചേച്ചിയും വാങ്ങിയായിരുന്നു. ഞാനെടുത്ത് കുറച്ചും കൂടെ ചെറുതാണ്, രമേശി എടുത്ത് കുറച്ചും കൂടെ വലുതായിരുന്നു.
അപ്പം നമ്മുടെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ റെഡിയായി. ഇനി കാപ്പിയൊക്കെ കുടിച്ച് റെഡി ആയിട്ട് ഞാൻ കുളിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കിനി ഒന്ന് റെഡിയായാൽ മതി. അച്ഛനും മോനും ഇവിടെ കറങ്ങി നടക്കുന്നതേ ഉള്ളൂ. ഇനി രണ്ടാളെയും കൂടെ റെഡിയാക്കി കൊണ്ട് വേണം നമുക്ക് സാധനം വാങ്ങാനായിട്ട് പോകാനായിട്ട്. പിന്നെ ഈ പറയും പോലെ അറിയാമല്ലോ, നമ്മളെന്തെങ്കിലുമൊക്കെ പുറത്ത് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ പോണത്. ഞാൻ വെളിയിലൊന്നും ഇറങ്ങില്ല, പേഴ്സതേ ഉള്ളൂ. കേശുവിന് യൂണിഫോം വാങ്ങിക്കണം. അപ്പൊ ഭവൻസിലെ യൂണിഫോം അവിടെ പാളയത്ത് സാഫല്യം കോംപ്ലക്സിനകത്ത് ഒരു ഗുഡ് മോർണിംഗ് സ്റ്റോർ ഉണ്ട്, അവിടെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ഇനിയിപ്പോ ഇത് 2 ആഴ്ചയല്ലേ ഉള്ളൂ, ഇനി അടുത്ത ആഴ്ച പോയി യൂണിഫോമും അല്ല ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ ഇനി അതങ്ങ് തീർത്ത് വെക്കാന്ന് വിചാരിച്ച്. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സമയമുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ആകെപ്പാട് ഞായറാഴ്ച മാത്രമേ സമയമുള്ളൂ. അങ്ങനെതാ ഞങ്ങൾ 3 ആളും കൂടെ യൂണിഫോം വാങ്ങിക്കാനായിട്ട് പോവാനായിട്ട് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ എവിടെ പോവാണ് യേശു? അതൊരു പോകുമല്ല ഏസിരുതാ അല്ല ഇതില് ഫോണില് എവിടെ പോണെന്ന് പറ. മനുഷ്യ ഓണാക്കി കാണിച്ചു വിട്ടത് കേട്ടാ. ഇതാണ് കേശുവിന്റെ വാച്ച്, ഇന്നലെ വാങ്ങിച്ച വാച്ചാണ് അല്ലേ മക്കളെ? നമ്മള് എവിടെ? ഓഹോ, ഇനി അതിന്റെ ഒരു കുറവേ. ഇനി അടുത്തിനി 500 രൂപ അതിന് കിട്ടും ഫൈന്. ഇതുപോലെ ഒരു ദിവസം നമ്മള് ലുലുവിൽ ഓഫർ ഒന്നും പറഞ്ഞിട്ട് ലുലുവിൽ പോയതാണ്. 2 ഒരു ഹെൽമെറ്റ് വെച്ചില്ല. ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ ഒരു സവാള ഇവിടെ 30 രൂപ ആയിരുന്നെങ്കിൽ അത് ലുലു 20 ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കണ്ടത്. കോശി വേറെ ഇവിടെ വായി നോക്കിയിരിക്കുന്നു. രാവിലെ നോക്കിയപ്പോ അവിടൊക്കെ നടന്ന് പുല്ലൊക്കെ വെട്ടണം. ഞാനും കേശവും കൂടെ പറഞ്ഞു ഇന്ന് ഇടി വെട്ടി മഴ പെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയെങ്കിലും മഴ കിട്ടും. കോശി അതിനിടയ്ക്ക് അപ്രത്യക്ഷമായി. എവിടെ പോണെന്ന് എടുക്കാമെന്ന് പറയാം. ഉടനെ പറഞ്ഞു കേട്ടാ, നമ്മള് 3 വരെ പോയിട്ട് വരാം. യൂണിഫോം ചുമ്മാ ചീത്തായി പോവാത്. ചുമ്മാ ഇരടാ. നീയല്ലേ? ഓ ഗ്യാസ് ഇട്ട കാറ്റ് വെളി പോകും, നമുക്കറിയാത്. വലിയ ആള് ഇവിടെ നമ്മളെ വീട്ടിന് താഴെ ഇറങ്ങുന്നിടത്ത് തന്നെയാണ് MGM സ്കൂള്. നമ്മൾ ആദ്യം കേശുവിനെ ഇവിടെ MGM ആക്കാന്നാണ് വെച്ചത്. MGM എത്തിയില്ലല്ലേ? ഇവിടെ എവിടെയാണ് MGM? അതുകൊണ്ടായിരുന്നു. അവിടെയാണ്, അതാണ് MGM സ്കൂള്. നമ്മൾ ആദ്യം ഇവിടെയാണ് നമ്മളല്ല ഞാൻ പറഞ്ഞിരുന്നത്. ചേട്ടൻ ആദ്യമേ ഇവിടെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ്. ഇപ്പൊ എവിടെ മക്കളെ നിന്റെ സ്കൂളിൽ ചേർത്ത് കേശൂട്ടാ? ഇവിടെ ഭാരതീയ വിദ്യാഭവൻ എവിടെയാണ്? മമ്മള. എവിടെ വന്ന് ആരെടാ ചാറ്റ് പറഞ്ഞാൽ മതി? ജോലിക്കാരൻ. ഉപ്പ് വീണനെ കണ്ട അതല്ലേ? അല്ല ഫ്രണ്ടിൽ കയറി ചവിട്ടിയെന്ന് പറഞ്ഞ അവിടെ വണ്ടി അറിയില്ല. നീ കാണുന്നവർക്കൊക്കെ ടാറ്റു കൊടുക്കുന്നില്ല. നീ എവിടെയാ സ്കൂളിന്റെ? സ്കൂൾ എവിടാ? ഏതാ സ്ഥലം നീ ഇപ്പൊ പറഞ്ഞത്? അപ്പൊ നിനക്ക് അറിഞ്ഞൂടാത്ത സ്കൂൾ മമ്മുള് മൺവിള. അപ്പൊ അവിടെ റെഡിമെയ്ഡ് കിട്ടും അല്ലേ യൂണിഫോം? യൂണിഫോം ഇല്ലെന്നല്ല, റെഡിമെയ്ഡ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചെങ്കിൽ ഇട്ടാ മതി, അല്ലെങ്കിൽ തുണിയേ കിട്ടുള്ളൂ. ചോദിക്കാം ഇത് കിട്ടണത്? അത് വെക്കണ്ട, നേരെ നോക്കി ലുലു എത്തി. റോഡിലും കൂടെ റോഡിൽ ഓരോരുത്തർ കാണിക്കുന്ന തോന്നിയ അത് തന്നെ കണ്ട വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തോന്നിയ
ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം, അവരെല്ലാം കുഴപ്പം കാണിക്കും. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടുതൽ തമിഴന്മാരാണ് കൂടുതൽ പ്രശ്നം. തോന്നും പോലെയൊക്കെയാണ്. തോന്നും പോലെ. പ്രത്യേകിച്ച് ഇപ്പൊ ലുലു കാണുമ്പോ പിന്നെ ഒരു ആക്രാന്തം തോന്നും. ഉടനെ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ നിന്ന് തിരിച്ച്. ഇവിടെ ആക്സിഡന്റ് മൊത്തം അങ്ങനെ തന്നെ. ഒരു സിഗ്നലില്ല, ട്രാക്ക് മാറുന്നതിന് ഒരു ഇതുമില്ല. തോന്നിയ മാസം ഒരു BSF ജവാന്റെ വണ്ടിയാണ് ആ മുമ്പിൽ പോണ സ്റ്റിക്കർ വെച്ചിട്ട്. ഡ്രൈവിംഗിൽ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ഉള്ളവരാണ് ഈ പട്ടാളക്കാർ. ഇവിടെ വീണ്ടും അടച്ചല്ലേ? റോഡ് തുറന്നിട്ടിരുന്നില്ലേ? അവിടെ ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ഞങ്ങളിതാ പാറ്റൂർ എത്തിയിട്ടുണ്ട്. എവിടെയാണ് കേശൂര്? ഇനി അടുത്തത് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആണ്. നമുക്ക് ഇതുവഴി കയറി പോകാൻ പറ്റൂലല്ലേ? ശരി, ഓക്കെ. അവിടെ റോഡ് വഞ്ചൂർ റോഡ് അത്രയും തോണ്ടിട്ടിരിക്കും, ശരിയായില്ല. അതിന് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ വഞ്ചൂർ കോടതി. വഞ്ചൂർ ആ പള്ളിയൊക്കെ പുതുക്കിയല്ലേ? പള്ളി പുതുക്കിയതല്ലോ, അപ്പുറത്ത് വേറെ പള്ളിയും കൂടെ കിട്ടി. ഡബിൾ പള്ളി, 2 പള്ളി ഉണ്ടല്ലേ? പണ്ട് ഞാൻ ഇവിടെ പേടിച്ചോടിയിട്ടുണ്ട്. ഇവിടെ സെമിത്തേരിയാണ്. അതാണ്ട് ഈ മതിലില്ല, ഈ 2 സൈഡും ഇപ്പുറത്തും. രാത്രി ഒരാള് താമസിക്കുന്ന അവിടെയായിരുന്നു. ഞാൻ വണ്ടി കൊണ്ട് എടുത്തിട്ട് തിരിച്ച് ബസ് കയറണമെങ്കിലേ അവിടെ കലിങ്കുണ്ട്, ആ കലിങ്ങിന്റെ അവിടെ ബസ് നിർത്തും, താഴെ സ്റ്റോപ്പില്ല. ഞാൻ അവിടെ നിന്നിട്ട് ഒരു കാറ് ദൂരം വന്ന് ഓടാൻ തുടങ്ങി. കറക്റ്റ് നടുക്കെത്തിയത് കാറ് പോയി. ഇതാണ് കണ്ണാശുപത്രി. ഇത്ര റോഡ് 2 വരിയൊന്നും അല്ല, ഒറ്റ വരിയുള്ളൂ. ഇത്ര വീതിയൊന്നും ഇല്ല. സെമിത്തേരിയിലെ കുറെ റോഡിലോട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ചേച്ചി പഠിച്ച സ്കൂള്, ഹാൾ ഏഞ്ചൽസ്. കാശ്മീരാണെങ്കിൽ ഇവിടെ ആക്കായിരുന്നു 4ാം ക്ലാസ്. ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ. ഇവിടെയാണ് നമ്മുടെ 4ാം ക്ലാസ് വരെ ഇവിടെ. 4ാം ക്ലാസ് ഇത്രയും ദൂരെ കൊച്ചിനാക്കാൻ എങ്ങനെ മറ്റേതാകുമ്പോ തട്ടല്ലേ? പോലീസ് മാമന്മാർ നിൽക്കണ്ട. ഇത് ഏത് പോലീസാണ് കേശു? അതേത് പോലീസാണ്? ട്രാഫിക്. കേശുവിന് ഉറക്കം വരും. ഇനി അവിടെ നിന്ന് ഇങ്ങനെ വന്ന അവിടെയാണ് യൂണിവേഴ്സിറ്റി കോളേജ്. ഇതാണ് AKG സെന്റർ. കഴിഞ്ഞില്ലേ? അല്ലല്ല, ഇതാണ് AKG സെന്റർ. പിന്നെ ഇനി വരുമ്പം ഇവിടെയാണ് യൂണിവേഴ്സിറ്റി കോളേജ്. യേശു ഈ കോളേജ് പഠിക്കാൻ വരണം കേട്ടാ. നേരെ ഇരി വെച്ചേ. ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജ്. ഇവിടെയാണ് നിന്റെ കുഞ്ഞ പഠിച്ചത്. MLA ഹോസ്റ്റല്. ഇതല്ലേ? അങ്ങനെ ഞങ്ങളൊക്കെ പറയുന്ന സിറ്റിക്കകത്തോട്ട് ഇതാ എത്തിയിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് നമ്മുടെ പാളയം അണ്ടർ പാസേജൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹനുമാൻ കോവിൽ. ഇതാണ് നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. അപ്പോൾ ഞങ്ങളിതാ പാളയത്തോട്ടാണ് എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പാളയം പള്ളി, പാളയം മുസ്ലിം പള്ളി. ഇവിടുത്തെ കാര്യം അറിയാമല്ലോ, 3 കാര്യങ്ങളും, മുസ്ലിം പള്ളിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയും അമ്പലവും കൂടെ ഒരുമിച്ചുണ്ട് ഒരേ സറൗണ്ടിങ്സിൽ. അപ്പോൾ ഇതാണ് പാളയം പള്ളി. ഇത് രണ്ടും പാളയം പള്ളി തന്നെ. ഇതാണ് പാളയം ക്രിസ്ത്യൻ പള്ളി, അത് മോസ്ക്, പാളയം മുസ്ലിം പള്ളി. ഈ പറഞ്ഞില്ലേ, ഈ ഒരു സറൗണ്ടിങ്സിൽ 3 കൂടെ ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് കാണുന്നതാണ് അമ്പലം, നമ്മുടെ ഗണപതി ക്ഷേത്രം, പിന്നെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയാൽ ഹനുമാൻ ക്ഷേത്രമുണ്ട്. അപ്പോൾ 3 കൂടെ ഒരുമിച്ചുള്ളത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ രക്തസാക്ഷി മണ്ഡപവും. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടൊന്നും വരാറില്ല, എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമല്ല നമ്മൾ ഇങ്ങോട്ട് വരാറുള്ളത്. പുള്ളിക്കാരൻ ഡെയിലി വരാറുണ്ട്. അപ്പോൾ ഞാനും കേശുവൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാത്രമല്ലേ വരാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ പാളയത്തെത്തി. ഇനി ഞങ്ങൾക്ക് പാളയം മാർക്കറ്റിനടുത്താണ് സാഫല്യം കോംപ്ലക്സ്. അപ്പോൾ നമുക്ക് കാർ കൊണ്ട് ഇടണമെങ്കിൽ ആ മാർക്കറ്റിനകത്ത് അവിടെ നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. 5 രൂപയോ 10 രൂപയോ എന്തോ ആണ് ഫീസ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇനി പാളയം പള്ളിയും പാളയം ക്രിസ്ത്യൻ പള്ളിയും പാളയം മുസ്ലിം പള്ളിയും ഗണപതി ക്ഷേത്രവും. ഇപ്പോൾ ഈ അമ്പലം ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് പുതുക്കി പണിഞ്ഞത്. അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞൻ അമ്പലമായിരുന്നു. ഞാൻ ഇന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നല്ല വലുതാക്കിയിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ ഇല്ല ഇങ്ങോട്ട് വരുള്ളൂ. അതിനകത്താണ് പാളയം മാർക്കറ്റ്. പിന്നെ ഇനി ഇവിടെയാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ പോണത്. ഇല്ലെങ്കിൽ റോഡിലൊന്നും കൊണ്ടിടാനൊന്നും സ്ഥലമില്ല. ഈ കാറിൽ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതാണ്, പാർക്കിങ് കിട്ടേയില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും പറയും നമുക്ക് വണ്ടിയിൽ പോയാൽ മതി, സ്കൂട്ടറിലോ ബുള്ളറ്റിലോ ആണെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും, വേറെ ആരും കാർ കൊണ്ട് പോകില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി
അപ്പോൾ ഇതാ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതാണ് പാളയംപള്ളി രക്തസാക്ഷി മണ്ഡപം, നമ്മുടെ പാളയം മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, അമ്പലം എല്ലാം കൂടെ ഒരുമിച്ചുള്ളത്. പിന്നെ ഇനി ഇവിടെ വന്ന് നമ്മളിനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇനി ഞങ്ങൾ സാഫല്യം കോംപ്ലക്സിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുകളിലോട്ടാണ് ഗുഡ് മോർണിംഗ് സ്റ്റോർ ചെന്നപ്പോൾ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒരു തിരക്കായിരുന്നു. എല്ലാ പാരൻസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ യൂണിഫോം വാങ്ങാനും അത് വാങ്ങാനും ഇത് വാങ്ങാനും ഒക്കെ ആയിട്ട് മൊത്തം ഒരു കലപില മേളമായിരുന്നു. അങ്ങനെ ഇതാണ് കേശുവിൻ്റെ യൂണിഫോം, അതാണ് ആ കളർ കോമ്പിനേഷൻ, അതാണ് ഭവൻസിൽ എത്രയോ വർഷമായിട്ട് അത് തന്നെയാണ് കളർ കോമ്പിനേഷനൊക്കെ. യൂണിഫോമിൻ്റെ കളർ അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് മാറാറേ ഇല്ല. പക്ഷെ ഞാൻ പഠിച്ച കുളത്തൂർ സ്കൂളിലാണെങ്കിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സ്ഥിരം യൂണിഫോമായിരുന്നു. 4ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് വെള്ള ഉടുപ്പും നീല പാവാടയും, ആണുങ്ങൾക്കാണെങ്കിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ആയപ്പോഴേക്ക് മെറൂൺ കളർ പാവാടയും ചന്ദന കളർ ഷർട്ട് ഉടുപ്പുമായിരുന്നു. പിന്നെ നമ്മൾ +2-ലായ സമയത്ത് അത് ചുരിദാറായി. അപ്പോൾ മെറൂൺ കളർ പാൻറ്റും ഷോളും ചന്ദന കളർ ടോപ്പും. പിന്നെയായിട്ട് ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് യൂണിഫോം മാറ്റാൻ തുടങ്ങിയത്. ഇപ്പോഴെന്ന് വെച്ചാൽ വർഷം തോറും യൂണിഫോം മാറ്റിക്കൊണ്ടിരിക്കേണ്ടത് എന്തിനാണെന്ന് മനസ്സിലാവണതേയില്ല. പിള്ളേരെയൊക്കെ ഇട്ട് ഇങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഇപ്പോൾ പാരൻസിന് യൂണിഫോം എടുക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കുളത്തൂർ സ്കൂളിൽ. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കേശുവിനുള്ള യൂണിഫോമൊക്കെ വാങ്ങി. ആദ്യം ഞങ്ങൾ റെഡിമെയ്ഡ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ഞങ്ങൾ തുണി എടുത്ത് തയ്ക്കാന്നുള്ള രീതിയിൽ തുണിയൊക്കെ വാങ്ങി. ഇനി മോന് ഷൂ വാങ്ങണം. അപ്പോൾ ഷൂ ലൈസ് ഇല്ലാത്ത ഷൂ വാങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഷൂ ഒക്കെ വാങ്ങിക്കൊണ്ട്, അറിയാലോ ബ്ലാക്ക് ഷൂ ആണ് വേണ്ടത്. അങ്ങനെ ഷൂ ഒക്കെ വാങ്ങി ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. കേശുവിനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയാൽ, വീട് വിട്ട് വെളിയിൽ ഇറങ്ങിയാൽ അപ്പം അവന് വിശപ്പാണ്. എന്തെങ്കിലും വാങ്ങിച്ച് കൊടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ ഭയങ്കര വിശപ്പ് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ പാളയം മാർക്കറ്റിൽ കൂടെ കയറാമെന്ന് വിചാരിച്ച്, ഇവിടുത്തെ കാര്യം പറയണതെന്ന് വെച്ചാൽ മീനൊക്കെ ചുമ്മാ കൊടുക്കണമെന്നാണ് പറയണത്. പിന്നെ ഇത് ഞായറാഴ്ചയും കൂടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോഴേക്ക് മീനൊക്കെ ഒരുപാട് മീനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മീനിനൊക്കെ കത്തി വിലയും. എനിക്ക് തോന്നുന്ന ആളെ കണ്ടുകൊണ്ടാണ് എന്താ ഒരു മീൻ പറയണതെന്ന്. പ്രത്യേകിച്ച് നമുക്ക് അധികം മീനുമായിട്ട് പരിചയമില്ലാത്തവരറിയാമല്ലോ. ഇപ്പോഴാണ് സത്യത്തിൽ ഞാനങ്ങനെ ചന്തയിൽ പോയി തുടങ്ങിയത്. അതുവരെ ഞാനല്ല, അമ്മയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്കിപ്പോഴും ചില മീനുകളൊക്കെ മാറിപ്പോവും. ഈ അയലയും കൊഴിയാളയും, കണ്ണൻ കൊഴിയാളയും എന്ന് പറയുന്ന മീനൊക്കെ എനിക്കിപ്പോഴും രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. അപ്പോൾ നെമ്മീൻ തല ചോദിച്ചപ്പോഴേക്കും അവർ ഭയങ്കര റേറ്റൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ നോക്കിയിട്ട് ഇറങ്ങി. അപ്പോഴേ കേശുവിന് പിന്നെ ഒട്ടും വിശപ്പ് സഹിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിതാ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ ഷാർജ മതി. ഞങ്ങൾ പണ്ട് ഇവിടെ വരുമ്പോഴാണ് ഷാർജ കുടിക്കുന്നത്. പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തെങ്കിലും ഷാർജയൊന്നും കിട്ടില്ലല്ലോ. ഈ സാഫല്യ കോംപ്ലക്സിൽ എന്തിനെങ്കിലും വരുമ്പോൾ അവിടെ ഒരു ഷാർജ കട ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കുടിക്കും. ഇപ്പം ഞങ്ങളുടെ വീട്ടിനടുത്തുനിന്ന് വരെ നമുക്ക് ഷാർജ കിട്ടണുണ്ടോ? ഞങ്ങളുടെ കടയുടെ തൊട്ടടുത്ത് ഷാർജ കടയാണ്. പണ്ട് അങ്ങനെയല്ല. പിന്നെ കഴക്കൂട്ടത്തൊരു പ്രിയങ്ക ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയാൽ മാത്രമേ ഈ സംഭവം കിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഷാർജ കുടിച്ച് കേശുവിന് എന്തെങ്കിലും ജ്യൂസ് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവനും എന്തെങ്കിലും ഷേക്ക് വേണമെന്ന് പറഞ്ഞു. ചുമ്മാ അതാണ് കുടിക്കുകയെന്നില്ല, ചേട്ടൻ നാരങ്ങ വെള്ളമാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് അവിടെ ഊഞ്ഞാൽ കണ്ട്. അപ്പോൾ കേശുവിനെ ഒന്ന് ഊഞ്ഞാലൊക്കെ അടിച്ച് അവിടെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് കൊണ്ട് പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറേ നാളായി നമ്മളല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. ശംഖുമുഖത്തല്ല, വേളിയിലോ അല്ലെങ്കിൽ നമുക്കിവിടെ ആക്കുളത്തുണ്ട് ടൂറിസ്റ്റ് വില്ലേജ്, അവിടെയൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഒരിടത്തും മോനെയും കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോവാറേ ഇല്ല. പോകാനായിട്ടുള്ള സമയം കിട്ടണില്ല, അതാണ് കാര്യം. അങ്ങനെ ആദ്യം ചരക്ക് വണ്ടിയിലൊക്കെ കയറണോ, എനിക്ക് ചരക്ക് വണ്ടി കയറണമെന്ന് പറഞ്ഞിട്ട് മുകളിലെത്തിയപ്പോൾ കേശുവിനൊരു ചെറിയൊരു പേടി പോലെ. മറ്റിടത്തൊക്കെ പോകുമ്പോഴേക്ക് താഴെ നല്ല മണ്ണും അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ല. ഇവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ വീണ് ആ സ്ഥലം ഇങ്ങനെ കുഴിഞ്ഞിണക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും അത് കഴിഞ്ഞിട്ട് വന്ന് ഊഞ്ഞാലിൽ കയറി. ചേട്ടനാണെങ്കിൽ ഊഞ്ഞാലെന്ന് പറയുന്നത് കേട്ടാൽ എന്തോ അലർജി പോലെയാണ്. പണ്ടെങ്ങാണ്ട് ഊഞ്ഞാലെന്ന് വീണതുകൊണ്ട് ഇപ്പം നമ്മൾ ആരെയും ഊഞ്ഞാലിൽ കയറാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഓണത്തിന് ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞായിരുന്നു, അച്ഛൻ ഓണത്തിന് അവിടെ ഒരു ഊഞ്ഞാലിടണേ എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ വേണ്ട ഊഞ്ഞാലേ പാടില്ല, ഊഞ്ഞാലൊന്നും സംഭവിപ്പോകുന്നു. അത് കേശുവിനെ അറിയാമല്ലോ, ഭയങ്കര കുരുത്തക്കേടാണ്, ഊഞ്ഞാലൊന്ന് തെറിച്ച് വീഴുമെന്നൊക്കെയാണ് ആ മനുഷ്യൻ പറയണത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിന്നി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് സൈഡ് പോർഷനായിരുന്നു. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി കോളേജ്. പിന്നെ ഇപ്പുറത്തായിരുന്നു VGT ഹാള്. VGT ഹാൾ എന്നുള്ള അതിൻ്റെ പേര് മാറ്റിയിട്ട് ഇപ്പോൾ അയ്യങ്കാളി ഹാൾ അങ്ങനെ എന്തൊക്കെ ആക്കിയിട്ടുണ്ട്.
അങ്ങനെ ഇനി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് കുറച്ച് മലക്കറിയൊക്കെ ആയിട്ടാണ് വന്നത്. വേറെ എങ്ങൊന്നുമല്ല, നമ്മുടെ സ്വന്തം ഹൈപ്പർ മാർക്കറ്റ്, ഇവിടുത്തെ നമ്മുടെ വീടിനടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇപ്പോൾ കുറേ നാളെ അവിടെ കിറ്റൊന്നും കിട്ടൂലായിരുന്നു. അതുപോലെ ഞാനിപ്പോൾ അധികം അങ്ങനെ മലക്കറി വാങ്ങാറുമില്ല. വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ടാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴെനിക്ക് അതുപോലെ എടുക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം, നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, മുരിങ്ങ ഇലയൊന്നും എടുത്തുകൂടാന്ന് പറയും. പിന്നെ ഈ വീട്ടിലുള്ള ചീരകളായിരുന്നു, കുറേ ദിവസം കൊണ്ട് ചീര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ചേമ്പും തടയൊക്കെ ഇട്ട് നല്ല മഴ പെയ്താലേ അതിങ്ങനെ കിളിർച്ച് വരുള്ളൂ. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ മിസ്സായി. കോവയ്ക്കൊക്കെ ഏകദേശം കഴിഞ്ഞു പോയി. പപ്പയ്ക്കായിരുന്നാലും അടുത്തടുത്ത് അതൊക്കെ തീരാറായി. അപ്പോൾ ഇന്നിപ്പോൾ ഹൈപ്പറിൽ കയറിയപ്പോഴേക്കും അവിടെ 99 രൂപ കിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഭയങ്കര ലാഭത്തിനായിരുന്നു വെച്ചിരുന്നത്. അതിലിപ്പോൾ ക്യാരറ്റിന് കണ്ടില്ലേ, ഏകദേശം 1 കിലോ ക്യാരറ്റോളം ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഭയങ്കര റേറ്റിൽ, ഭയങ്കര വിലക്കുറവിൽ വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നണം ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ അങ്ങനെ കിറ്റൊന്നും ഇല്ലായിരുന്നു. കിറ്റിലായിരുന്നപ്പോൾ മലക്കറിക്ക് എന്താ കച്ചവടം, മലക്കറിയുടെ അതും കുറഞ്ഞിട്ടുണ്ട്. കിറ്റാകുമ്പോഴേക്കും ഇതുപോലെ വെച്ചിരിക്കുമ്പോൾ കാണുമ്പോഴേക്കും എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകും. വിഷമാണെന്ന് അറിയാം, എന്നാലും നമുക്കിങ്ങനെ വില കുറച്ച് ഫ്രീ ആയിട്ട് വല്ല സംഭവം തരുമെന്ന് പറഞ്ഞ് നമ്മൾ വിടാറില്ലല്ലോ. പിന്നെ കുറച്ചൊക്കെ വാടിയതൊക്കെയാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത കിറ്റായിരുന്നു. കുറച്ചൊക്കെ എന്ന് പറഞ്ഞാലും പറയുമ്പം എല്ലാം സത്യം പറയണമല്ലോ. കത്തിരിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചൊരു വാടൽ, ബാക്കിയെല്ലാം നല്ല പച്ചമലക്കറി തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനെ പച്ചമലക്കറി എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് കുറച്ച് അല്ലാണ്ട് വെച്ചിരിക്കുന്ന മലക്കറി ഉണ്ടല്ലോ, മലക്കറി എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്. അപ്പോൾ ആ പച്ചക്കറിയിൽ കുറച്ചൊരു വാടൽ പോലെ വന്നതാണ് അവർ കിറ്റിലോട്ട് മാറ്റുന്നത്. എന്തായാലും ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നു. 99 രൂപയ്ക്ക് ഇത് പോരെ പൂരം. അങ്ങനെ ഞാനതെല്ലാം കൂടെ ഇനി മാറ്റി അടുക്കി പറക്കി ഇനി അതിലോട്ടാക്കണം, ഫ്രിഡ്ജിലോട്ടാക്കണം. പിന്നെ ഇതെല്ലാം അമ്മയുടെ ജോലിയായിരുന്നു. അമ്മയാണ്, ഞാനിത് വാങ്ങിക്കൊണ്ട് വെച്ച് കൊടുക്കുന്ന ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അമ്മയാണ് അവിടെ ഇരുന്ന് മലക്കറികളെല്ലാം ഓരോ സെക്ഷൻ തിരിച്ച് മാറ്റി ഓരോന്നിനെ കവറിലാക്കി വെക്കാനുള്ളത് അങ്ങനെ ആക്കി, അല്ലാത്തത് അങ്ങനെ ആക്കിയൊക്കെ വെക്കണത്. ഇപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പോഴേക്കും മഴ തകർത്ത് പെയ്യാനായിട്ട് തുടങ്ങി. ഭയങ്കര മഴയായിരുന്നു. ഒരു 1.5 മണിക്കൂർ തകർത്ത് തിമിർത്ത് പെയ്തെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നല്ല മഴയും നല്ലൊരു ഇതുമായിരുന്നു. അങ്ങനെ ഞാനും പിള്ളേർ സെറ്റും കൂടെ നേരെ സിറ്റൗട്ടിലോട്ട് പോയി അവിടെ ഇരുന്ന് എന്തെങ്കിലും കളിക്കാമെന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മഴയെ പറ്റി എല്ലാവരും ഇങ്ങനെ പാട്ട് പാടണം ആ രീതിയിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. മഴയേ 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 ആ പാട്ടുണ്ടല്ലോ, അത് തന്നെ. എനിക്ക് ബാക്കി അറിഞ്ഞൂടാ. മഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ. പെട്ടെന്നുള്ളത് പാടണം കേട്ടോ. മഴ കൊണ്ട് മാത്രം അടുത്ത് ഞാൻ മഴയേ ആ പാട്ടുണ്ടല്ലോ, അത് പാടം കൊണ്ടെടുത്ത്. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ. പെട്ടെന്ന് അല്ലാത്തവനോട്ടാവേ. മഴത്തുള്ളികൾ ഞാൻ ഓ അടുത്ത് ഞാനല്ലേ. മഴ കൊണ്ട് മാത്രം ഞാൻ കേട്ടില്ലടേ അത്. ചേട്ടന്റെ മടി പോയിരുന്നോ? ചേച്ചിയുടെ മടി പോയിരുന്നോ? പാട്ടുപാടി മഴത്തുള്ളികൾ പൊഴിഞ്ഞു. കാറ്റ് അന്താക്ഷരി എന്ന് വേണ്ട, കാറ്റുണ്ട്. ഞാൻ പാടാം. കാറ്റി നീ വിശരുതിപ്പോൾ ഈ കാറ്റു വന്ന് കാതിൽ പറഞ്ഞു, കൊള്ളാടാ. നീ എന്നുമെന്നും എന്റേത് മാത്രം. സ്വന്തം മഴ മഴേ മഴേ
ഇളം കാറ്റടിച്ചു. പഴയ ഒരു പാട്ടുണ്ട്. അയ്യോ അങ്ങനെ ഒരു പാട്ടുണ്ട്, പഴയ പാട്ട്. കാറ്റടിച്ചു വീളം കാറ്റ് കായലിലെ വിളക്കുമരം കണ്ണടച്ചു. എനിക്ക് നേരം പാടാം. പഴയ പാട്ട് നസീറിന്റെ എന്തോ എന്ത് കിട്ടാവട്ടെ. കണ്ടുപിടിക്കണ്ടേ. അടുത്ത ഞാനല്ലേ. ഇളം കാറ്റിൽ നീ എന്തോ കാണിക്കണ കേശുക്കുട്ടാ. ഒരു സെക്കൻഡ് ആലോചിച്ചോട്ടെ. 1 2 3 4 രാമായണ കാറ്റ്. ഓക്കെ, രണ്ടാമത് കാറ്റ് വന്നുകൊണ്ടാണേ. അടുത്തത് 5 പൂർത്തമാണത്. 1 2 3 4 5 7 8 നല്ല കളിയാണ്. കിന്താശ്ശേരി അല്ലേ ഉള്ളേ? അന്താശ്ശേരി അല്ലേ, കിന്താശ്ശേരി. മാങ്ങ പറിച്ചോരെന്ന് നീ ചോദിച്ച് വാങ്ങിച്ച് തന്നല്ലോ നമുക്ക്. മാമി അടുത്ത അടുത്ത് വേറെ എന്തിനല്ല, എന്തിനല്ല അന്താക്ഷരി എനിക്ക് ഇഷ്ടമില്ല പാടാൻ. വേറെ എന്തിനാ കളിക്കാൻ പിന്നെ? നമുക്ക് ഓരോ ചോദിക്കണേന്ന് അതിന് എതിരായിട്ട് ഒരു കാര്യം ചെയ്യും, കേശുവിനെ മുട്ട അടിച്ചാലാ. ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് അടിക്കും, നീ അടിക്കണം. അന്നിട്ട് ഇവിടെ മുട്ട അടിക്കും. ഓക്കെ, വേണ്ട 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 വേണ്ട. ഇപ്പൊ മോഹൻലാൽ അഭിനയിച്ചു. മോഹൻലാൽ അപ്പൊ ഞാൻ മോഹൻലാലിന്റെ സിനിമകൾ പറഞ്ഞു വരും. അപ്പൊ ആര് പറയാനാ അവിടെ കേട്ടോ. ആരും പറയാതാവണം, സ്പീഡിൽ പറയണം കേട്ടോ, ലാഗ് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. എനിക്കൊന്നും മനസ്സിലായി. അഭിനയിച്ച സിനിമ തന്നെ മതിയാണ്, നായകനൊന്നും അങ്ങനെയൊന്നുമല്ലല്ലോ. മോഹൻലാൽ ഉള്ള സിനിമകൾ. കിരീടം, പുലിമുരുകൻ, എന്തിന്? ആ മഞ്ഞൾ, ചെങ്കോല്, പടികം, നേര്, നേര്, കിളിക്കാം, ജയിലർ, കിളിക്കത്തില് മൂലല്ലേ, ദേവാസുരം, മിന്നാരം, ആറാന്തപുരം, രാവണപ്രഭു, രാവണപ്രഭു, നരസിംഹം, നീരാളി. ഞാൻ കേട്ടില്ല, എന്തിനാ? പൂമുഖപ്പടിയിൽ നിന്നെയും കാത്തു. വില്ലൻ, ഓ അതിലുണ്ട് മോഹൻലാല്, മമ്മൂട്ടി, മറ്റേ അല്ല റഹ്മാന്റെ അമ്മയുടെ സഹോദരനായിട്ട് അന്തരം മോഹൻലാൽ വരും. വില്ലൻ, വില്ലൻ 2020 മദ്രാസ്. എനിക്കൊന്നും കിട്ടുന്നില്ല. ഒരു സെക്കൻഡ് ഇല്ല. പക്ഷെ എന്തുമാത്രം തേന്മാനും കൊമ്പത്ത്. 20ാം നൂറ്റാണ്ട്, ഫ്രോഡാടി, രാജാവിന്റെ മകൻ, എന്റെ മകന് രാജാവിന്റെ മകൻ. രാജാവിന് സിനിമയില്ല. എന്താ രാജാവിന്റെ മകൻ അറിഞ്ഞൂടെ? അതിലാണ് ജില്ല, ജില്ല, മലൈക്കോട്ട, നീ നേരത്തെ എന്ത് പറഞ്ഞു? ജില്ല, രാജാവിന്റെ മകൻ ഇല്ലെന്നാ. ജില്ല, ജില്ല, ദശരഥ, 12th മാൻ,
അങ്ങനെ മഴ പെയ്ത സമയം കൊണ്ട് നമ്മൾ കുറേ ഇതുപോലെ ഗെയിമുകളൊക്കെ കളിച്ചിരിക്കുമ്പോൾ സമയം പോണതേ അറിയില്ല. പ്രത്യേകിച്ച് പിള്ളേരോട് കൂടെ ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് വീണ്ടും ജോലി ഉണ്ടായിരുന്നു. രാത്രി ഉപ്പുമാവ് ഉണ്ടാക്കണം. ചേട്ടൻ വരുമ്പോഴേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റും സവോളയും പച്ചമുളകും അതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ഈ ക്യാരറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ, ഇല്ലെങ്കിൽ ക്യാരറ്റ് ഇടാതെ സവോള മാത്രമായാലും വെക്കും. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് കിണ്ടി എടുക്കുമ്പോഴേക്ക് അത് സെറ്റാവും. അതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ് റവയാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കും. അങ്ങനെ ഞാൻ 3 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് എടുത്തതിന് ശേഷം അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ തന്നെ ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് 2 ഗ്ലാസ് റവയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് റവ ഇടുമ്പോൾ അതിന് കറക്റ്റാണ്. നല്ലതുപോലെ അതൊന്ന് നമുക്ക് ഇളക്കി വേവിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ല നമുക്ക് നല്ല ഇങ്ങനെ എന്താ പറയാനായിട്ട് ഇങ്ങനെ തെറുതെറായിരിക്കണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം മതിയാവും. അങ്ങനെ ഇതാകുമ്പോൾ ആ വെള്ളത്തിൽ കിടന്നൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരും റവ. അപ്പോൾ ഇതാണ് കഴിക്കാനായിട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ റവ റെഡിയായി. ഇനി അനന്തുവിന് അപ്പോൾ നന്ദു ചോറ് കഴിച്ചായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും ചോറ് മതിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ചോറ് കൊടുക്കേണ്ട, റവ ഉപ്പുമാവ് കൊടുക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ ചേട്ടനും അനന്തുവിനും കൂടെയാണ് ഉപ്പുമാവ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഉപ്പുമാവൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കിനി അടുത്ത ജോലിയുണ്ട്. അരിയായിട്ട് വെക്കാനായിട്ടുണ്ട്. പിന്നെ അവർക്ക് ഉപ്പുമാവിൻ്റെ കൂട്ടത്തിൽ പപ്പടവും മുട്ടയുമാണ് കൊടുത്തത്. അപ്പോൾ കേശുവിനും ചേട്ടനും മുട്ട അവിച്ച് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അവിക്കാനായിട്ട് ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവർക്കും മുട്ട ഓംലേറ്റ് മതിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓംലേറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ട ഇവിടെ ചേട്ടൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ മുട്ട പൊരിച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല പൊങ്ങി വന്നിട്ട് നല്ല വീർത്തിരിക്കണം, നല്ല അപ്പം പോലെ ഇരിക്കണമെന്ന് പറയും. ചില സമയത്ത് മുട്ട പൊരിച്ചാൽ ഇങ്ങനെ ഇല വടിയനെ കിടക്കും. അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് എണ്ണ നല്ല തിളപ്പിച്ചതിന് ശേഷം, നല്ല തിളച്ച് വന്നതിന് ശേഷം മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല പൊങ്ങി വീർത്ത് വന്നോളും. അല്ലെങ്കിൽ നമ്മൾ എണ്ണ കുറച്ചൊഴിച്ചിട്ട് എണ്ണ ചൂടാവുന്ന മുന്നേ ആണ് നമ്മൾ മുട്ട പൊട്ടിച്ചാൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ നല്ലതുപോലെ പൊങ്ങി നല്ല പഫിയായിട്ട് വരൂല. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉപ്പുമാവൊക്കെ കഴിച്ച് ഇനി അരി ആട്ടി വെക്കണം. അപ്പോൾ അന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിനെങ്ങനെയാണ് ചേച്ചി ആട്ടാറുള്ളതെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്സും കൂടെ ഇട്ടേക്കാം. അപ്പോൾ ഇതിപ്പോൾ തേങ്ങ ഇപ്പോൾ ഏകദേശം ഒരു തേങ്ങയോളം ഞാൻ തിരികെ എടുത്തിട്ടുണ്ട്. പിന്നെ ചോറുണ്ട്, പിന്നെ പച്ചരി കുതിർത്തതും. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഒരുമിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ ഇതല്ലാണ്ട് നമുക്ക് കരുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കരുക്കും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മറ്റേ സംഭവം ഉണ്ടല്ലോ കരുക്കും പിന്നെ അതിൻ്റെ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താലും നല്ല സൂപ്പറായിട്ട് വന്നോളും. അങ്ങനെ ഇനി ഇതിനെ ഒന്നങ്ങ് അരച്ച് നല്ലതുപോലെ അരച്ചങ്ങ് വയ്ക്കണം. അതാണ് അടുത്ത ജോലി. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴേക്ക് ഇന്നത്തെ എൻ്റെ ജോലികളും കാര്യങ്ങളുമൊക്കെ എല്ലാം ഏകദേശമൊക്കെ തീരും. അപ്പോൾ ഒന്ന് അരച്ചും കൂടെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ മിക്കവാറും 10 മണിക്ക് ശേഷമാണ് ആട്ടി വയ്ക്കാറ്. ഇല്ലെന്നുണ്ടെങ്കിൽ 6 മണിക്ക് മുന്നേ മാക്സിമം നോക്കും ആട്ടി വയ്ക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ മിക്സിയുടെ വലിയ ജാറൊക്കെ എല്ലാം കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ജാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരയ്ക്കണതും ആട്ടണതും പൊടിക്കണതും എല്ലാം ആ ഒരു കുഞ്ഞൻ ജാറിലാണ്. അപ്പോൾ ഇനി അതുമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുക്കള ഒന്ന് വൃത്തിയാക്കി ഇടണം. അതുപോലെ തന്നെയാണ് എനിക്കൊരു പിച്ചാത്തി ഉള്ളത്. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കറിക്ക് അരിയണതും അപ്പവും ദോശയൊക്കെ ഇളക്കണതും തേങ്ങ പൊട്ടിക്കണതും എല്ലാം ഈ ഒരു കത്തി കൊണ്ടാണല്ലോ എന്ന്. പക്ഷേ അത് ശരി തന്നെ, തേങ്ങ പൊട്ടിക്കണ കത്തി ഇതല്ല, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം എനിക്കൊരു കത്തിയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ ചട്ടുകം കാണാതായി അന്ന് തൊട്ടാണ് ആ പിച്ചാത്തി എടുത്തു തുടങ്ങിയത്. എനിക്കിപ്പോൾ അതെനിക്ക് കൈവാക്കായി ചട്ടുകത്തിന് പകരം. അങ്ങനെ ഇനി അടുക്കളയൊക്കെ എല്ലാം ഒതുക്കിയിട്ട് ഇനി നാളെ അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് തൊട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങണമല്ലോ. അപ്പോൾ മാവൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പച്ചട്ടിയില്ലേ, അപ്പച്ചട്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ നല്ലതുപോലെ തേച്ച് കഴുകും. മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ലേ, അത് വെച്ച് തേച്ച് കഴുകിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി നല്ലെണ്ണ തടവി അങ്ങ് വെച്ചിരിക്കും. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും നല്ല പരുവായിട്ടിരിക്കും. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊന്ന് എടുക്കാനായിട്ട്. പിന്നെ നാളെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്
ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇടണം. ഇന്ന് രാവിലെയും ഗ്രീൻ പീസ് കറി തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നാളെ അത് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പത്തിനും ഗ്രീൻ പീസ് കറിയാക്കാമെന്ന് വെച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴ പുറത്ത് തകർക്കണുണ്ട്. ഇടയ്ക്ക് കുറച്ച് സമയം ഒന്ന് തോർന്നു നിന്നിട്ട് ഇപ്പോൾ വീണ്ടും തകർത്ത് പെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.